carpet. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് സംഗീതത്തെ ഒരുപാട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു കലാകാരിയാണ്. സംഗീത പാരമ്പര്യമുള്ള ഒരു കലാകാരിയാണ്. മലയാളികൾക്ക് മാത്രമല്ല തമിഴും തെലുങ്കും അങ്ങനെ എല്ലാവർക്കും സുപരിചിതയായ ഒരു പ്ലേബാക്ക് സിംഗറാണ്. സോ ലെറ്റ്സ് വെൽക്കം ബിന്നി. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കലാകാരിയാണ്. ചേച്ചിയുടെ പാട്ടുകളും ചേച്ചി ഇതേപോലെ തന്നെ കാണാനും ഒക്കെ വിശേഷങ്ങൾ അറിയാനും അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അധികം നമ്മുടെ മലയാളം ചാനലിൽ അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എല്ലാ വിശേഷങ്ങളും അങ്ങ് പറയണം. പിന്നെ കൂടെ നല്ല നല്ല പാട്ടുകളും. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോയാണ് റെഡ് കാർപ്പറ്റ്. എന്താണേലും നല്ല രീതിയിൽ ശ്വാസിക നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അതിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ നമുക്ക് ഇരുന്നങ്ങ് സംസാരം വിശേഷങ്ങൾ തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും. ചേച്ചി, നമുക്ക് നാട്ടിലുള്ള എല്ലാവർക്കും ഒരു സംശയമാണ്, ഇവ തമിഴാണോ തെലുങ്കാണോ മലയാളിയാണോ? ആക്ച്വലി ഞാൻ ഈ രാര പാടി തുടങ്ങിയ ശേഷം ഇതുവരെ ഒരാൾക്കും ഈ സംശയം തീർന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ എന്റെ സങ്കടം. ഇപ്പൊ ഇത്ര പ്യൂറായിട്ട് മലയാളം പറയുന്നതാണോ നമ്മൾ വിചാരിക്കും ഇനി മലയാളം പഠിച്ചതാണോ എന്ന് വിചാരിക്കും. അല്ല, ശരിക്കും ഞാൻ തൊടുപുഴക്കാരിയാണ്. തൊടുപുഴക്കാരി? മൂവാറ്റുപുഴയുടെ അടുത്താണ് തൊടുപുഴ. ശരി. തൊടുപുഴയിൽ നിന്ന് ഞാൻ ഒരു 15 വയസ്സായപ്പോഴത്തേക്കും 10th കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിമൻസ് കോളേജിൽ ട്രിവാൻഡ്രത്ത് അന്നൊക്കെ പ്രീ ഡിഗ്രി അല്ലേ. പ്രീ ഡിഗ്രി മ്യൂസിക് മെയിൻ എന്ന് പറയണത് നമ്മുടെ നാട്ടിൽ എങ്ങും ഇല്ലായിരുന്നു. അന്ന് ആകെ കൊല്ലത്തും ഈ ട്രിവാൻഡ്രത്തും വിമൻസ് കോളേജിലേ ഉള്ളൂ. പിന്നെ സംഗീത കോളേജിനുള്ള ഡിപ്ലോമ. ഇത് വിമൻസ് കോളേജില്, മഹാരാജാസ് വിമൻസ് കോളേജില് മ്യൂസിക് ഡിഗ്രി MA അങ്ങനെ മെയിനായിട്ട് പഠിക്കണം. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഞാൻ അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി അവിടെ നിന്ന് എടുത്തു, MA വരെ അവിടെ നിന്നു. അപ്പം ഞാൻ ഈ തൊടുപുഴയായിട്ടുള്ള ബന്ധം ഇടയ്ക്കിടയ്ക്കായി പോയി വരവ്. മനസ്സിലായി. പിന്നെ ഞാൻ അവിടെ നിന്ന് MA കഴിഞ്ഞിട്ട് MPhil ഇവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നേരെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുന്ന് MPhilഉം എടുത്തു. ശരി. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചെന്നൈ പൊണ്ണ് തമിഴ് പൊണ്ണായി മാറി. തമിഴ് പൊണ്ണാ മാറിയാச்சு എന്നെ പണ്ടത്. അതായത് എന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ചത് അദ്ദേഹം തമിഴ് ബ്രാഹ്മണാണ്. അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ചെന്നൈയിലാണ്. അപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉപാസിക്കുന്നത് കർണാടക സംഗീതമാണ്. അതിനെന്തൊക്കെ പറഞ്ഞാലും ചെന്നൈയാണ് ദി ബെസ്റ്റ്. അത് ശരിക്കും ഞാൻ അവിടെ നിന്നത് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് തോന്നിയില്ല? അവിടെ അങ്ങ് പാട്ടുമൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും അവിടെ തന്നെയാണ്. നമുക്കത് വൺസ് അങ്ങ് നിന്ന് പിന്നെ നമുക്ക് എങ്ങോട്ട് പോകാൻ തോന്നത്തില്ല. ഈ ഹസ്ബൻഡിന്റെ കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചേച്ചിക്കും ഒരു സംഗീത പാരമ്പര്യം തന്നെയുണ്ട് അല്ലേ? അതെ. അച്ഛൻ, അമ്മ, അവരുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ആക്ച്വലി എന്റെ രണ്ടച്ഛനും പറഞ്ഞു വരുമ്പോ ഇങ്ങനെ കുറെ അബദ്ധമൊക്കെ പറ്റൂട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഹിന്ദി ടീച്ചേഴ്സാണ്. എല്ലാരും വിചാരിക്കും പാട്ടുകാരാണ്, പക്ഷേ അല്ല. അവർ രണ്ടുപേരും പക്ഷെ സംഗീതത്തിന്റെ ഭയങ്കര ഉപാസകരാണ്. സംഗീതത്തെ അച്ഛന്റെ വീട്ടിലാണേലും അതെ, അമ്മയുടെ വീട്ടിലാണേലും അതെ, രണ്ടുപേരും, അതും എസ്പെഷ്യലി കർണാടക സംഗീത ഒരു ഉപാസകരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 പേരാണ്. അപ്പൊ ഞങ്ങളെ 5 പേരെ സംഗീതം പഠിപ്പിച്ചു. പക്ഷെ അന്നൊക്കെ ശ്വാസിക ഇന്ന് പോലും തൊടുപുഴയിലെ ഡ്രൈ പ്ലേസ് ആണ്. അതായത് ഈ കർണാടക സംഗീതത്തിന്റെ ഒരു ഇതും ഇല്ല. പക്ഷെ എന്നിട്ടും ഒരുപാട് അച്ഛനും അമ്മയും ആ പാട്ട് പഠിപ്പിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് നടന്ന് പാവം അവരെ അത് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം. ഡാൻസ് അന്നോട്ടെ അച്ഛൻ ഇതുപോലെ, ഞാൻ 5ാം ക്ലാസ് തൊട്ട് ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നു. ഡാൻസ് പഠിച്ച് പ്രീ ഡിഗ്രി ആയപ്പം ഞാൻ വിമൻസ് കോളേജിൽ ചേർന്നപ്പോഴത്തേക്കും ഞാൻ റിഗാറ്റ ഗിരിജ ടീച്ചറിന്റെ അടുത്താണ് ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ
ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ ഈ കച്ചേരിയിലും ഒരു യങ്സ്റ്റേഴ്സിൽ ഫേമസ് ആയി. കച്ചേരി ഇന്നൊന്നും കാണിക്കാനൊന്നും തെളിവില്ല ശ്വാസികയെ, കാരണം ഫോട്ടോ ഇല്ല, വീഡിയോ ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ നമ്മള് തള്ളു പറയാണെന്ന് കുട്ടികൾ വിചാരിക്കും. അതെ. അപ്പൊ ഞാൻ അന്ന് യൂത്ത് ഫെസ്റ്റിവൽ 10th സ്റ്റേറ്റില് കലാതിലകമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇടുക്കി പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ആദ്യമായിട്ട് ഇപ്പോഴും ഇല്ലാന്ന് തോന്നുന്നു ചേച്ചിയാണ് അവിടുത്തെ ഒരു കലാതിലകം. ഇത്ര വർഷമായി നമ്മുടെ യുവജനോത്സവം നടക്കുന്നു, പക്ഷെ ഇടുക്കിയിലെ ഒരു കലാതിലക പട്ടം നേടിക്കൊടുത്തത് ചേച്ചിയാണ്. താങ്ക് യു സോ മച്ച്. അത് ഇന്നും ആ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 10-75 വർഷമായി ഇത് തുടങ്ങിയിട്ട്. പിന്നെ അതെ എത്രയായി ഇതുവരെ ആ ഒരു കലാതിലകം ഇടുക്കിയിലാകെ ഭഗവാൻ എന്നിലൂടെ അവിടെ എത്തിച്ചു. ഇന്നും അവരത് ഓർക്കുന്നു, ഇടുക്കിക്കാരുടെ അഭിമാനമായിട്ട്. എന്തായാലും ആ അഭിമാനം അവർക്ക് ഇപ്പോഴും ഉള്ളത് കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ചേച്ചിയുടെ പാട്ടുകൾ ഇഷ്ടമായതുകൊണ്ടും ഇന്നിപ്പോ ഈ റെഡ് കാർപ്പറ്റിന്റെ ഈ സംസാരങ്ങൾക്കിടയിൽ നമുക്കൊരു പാട്ടങ്ങ് പാടിയാലോ? ഓ പിന്നെന്താ. സരി സനി പ സനി രേ സാ രേ രേ മാനസ ഭജ രേ 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 മാനസ ഭജ രേ ഗജാനനം രേ രേ മാനസ ഭജ രേ ഗജാനനം രേ രേ മാനസ ഭജ രേ. ആ ആ ആ വേറൊരു കാര്യം, ഞാൻ ടിവിയിലേക്കാണല്ലോ ചേച്ചി കണ്ടിട്ടുള്ളൂ, ഇന്നാണ് ഇപ്പൊ അടുത്ത് കാണുന്നത്. പക്ഷെ ഒരു ചെറിയ കുട്ടി ഇരുന്ന് ഇങ്ങനെ വിശേഷം പറയുന്ന പോലത്തെ ചിരി ഇതാ കണ്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴായിരിക്കും കുറെ കൂടി ചേച്ചി അയ്യോ ഇത്ര പാവാണോ എന്ന് തോന്നുന്നത് ചിലപ്പോ ഇതിലായിരിക്കും. കാരണം നമ്മൾ ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടൊരു സീരിയസ്നെസ് വേണമല്ലോ. പിന്നെ അല്ലാണ്ട് ചേച്ചിയുടെ TV ഷോസും ഒക്കെ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഈ വിശേഷങ്ങളൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നു ഇനി മുതല് നമ്മുടെ മലയാളികളുടെ എല്ലാം കുഞ്ഞിമോളായി ഈ ബിന്നിമോള് മാറട്ടെ. എന്തായാലും ഈ കുഞ്ഞിമോളുടെ ഒരു വീഡിയോ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല, ചേച്ചിയുണ്ട്. ചേച്ചിയും അനീത്തിയും കൂടി ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ നമ്മളിങ്ങനെ കണ്ടു. നിങ്ങൾ ഒപ്പിച്ചൊരു കുസൃതിയാണ്. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. പ്രേക്ഷകർ കൂടി കണ്ടിട്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. എനിക്ക് ചിരി പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു വിഷു ഓണോ ഏതോ ഒന്നില് പായസമൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് ചുമ്മാ ഞങ്ങൾ അപ്പൊ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ശിഷ്യൻ പകർത്തിയതാ ഇത്. ശിഷ്യനും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവൻ പകർത്തിട്ട് അവൻ എനിക്ക്, പിന്നെ ഞങ്ങൾ അതൊക്കെ മറന്നുപോയി, അവൻ എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാനിത് ചുമ്മാ ശരി ഒരു ഫണ്ണല്ലേന്നും പറഞ്ഞോണ്ട് അത് അപ്ലോഡ് ചെയ്തത്. അത് നിങ്ങളടുത്ത് കാണിക്കുന്നു. അതായത് മൂക്ക് അടച്ചു വെക്കും. ആ മൂക്ക് ഇങ്ങനെ അത് ചില നേരെ ശരിയാവുള്ളൂ, ചില സമയങ്ങളിൽ മാത്രമല്ലോ. മൂക്കിന്റെ കംപ്ലീറ്റ് മൂക്കിന്നാണല്ലോ മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞ ചേച്ചിയുടെ ഒരു ചേച്ചി കാണിക്കണ ഞാനും ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തു. അത് മൂക്ക് ഇവിടെ പിടിച്ചിട്ട് ചെയ്യണത്. എന്തായാലും ആ സംഭവം കുറെ പേര് കണ്ട് അതങ്ങ് ഇഷ്ടപ്പെട്ട് വൈറലായി കുറെ ലൈക്ക് ഒക്കെ വന്നു. അങ്ങനെയാണ് നമ്മൾ നോക്കിയപ്പോ ഇത് കണ്ടത്. അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്യാന്ന് വിചാരിച്ചു.
എന്തായാലും നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മൊത്തം തൊടുപുഴ സിസ്റ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. അതേപോലെ 2 സിസ്റ്റേഴ്സ് ഇന്നിവിടെ പെർഫോം ചെയ്യാൻ വരുന്നുണ്ട്. ഓ, അവര് പയ്യന്നൂർ സിസ്റ്റേഴ്സ് ആണ്. വാവ്, ഓക്കെ ഓക്കെ. അപ്പൊ അവരും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പോലെ തന്നെ ഒരു കലാപരമായിട്ട് ആ കലയെ ഉപാസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് വന്നിട്ട് നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് ചോദിച്ചു പറയാം. തീർച്ചയായിട്ടും. യെസ്, സോ ലെറ്റ്സ് വെൽക്കം അപർണ ജനാർദ്ദനൻ ആൻഡ് അക്ഷയ ജനാർദ്ദനൻ. അപ്പൊ രണ്ടുപേർക്കും പയ്യന്നൂർ സിസ്റ്റേഴ്സിന് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ പയ്യന്നൂർ സിസ്റ്റേഴ്സ് നിങ്ങളെ ആര് എന്നെ വിളിച്ചതാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പേര് കിട്ടിയത്? നാട്ടുകാരാണ്, നാട്ടുകാര് ഓമന പേര് പോലെ വിളിച്ചതാണ്. കാരണം നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പേരിലാണ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് ഇനി സിസ്റ്റർ ഒരു ചേച്ചി ഉണ്ടോ? 3 ആൾക്കാരാണ്. 3 ആൾക്കാരാണ്. ചേച്ചിയുടെ പേര് ആർദ്ര. ആർദ്ര. അപ്പൊ ചേച്ചി നിങ്ങളുടെ വീട്ടിലെ പോലെ തന്നെ ഇവരും പാട്ടും അതൊക്കെ ആയിട്ടാണ്. വളരെ സന്തോഷം. കുഞ്ഞിലെ തൊട്ട് അഭ്യസിച്ച് തുടങ്ങിയതാണോ? കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്നുണ്ട്. ആണല്ലേ? 3 പേരും വീട്ടിൽ വന്നാണോ? വീട്ടിൽ ഗുരുവിന്റെ അടുത്ത് പോയാണോ? ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പഠിച്ചു. കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ സാറിന്റെ കീഴിൽ പഠിച്ചു. ഓക്കെ ഓക്കെ. നിങ്ങൾ എങ്ങനെ കൊച്ചിലെ തൊട്ട് കേൾക്കുന്നതാണല്ലോ പാട്ട്? ഇരിക്കുമ്പോ ഓടി പോകാറുണ്ട് വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു? എന്റെ ചേച്ചിമാര് ഞങ്ങള് 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 10, 9, 8, 5 പിന്നെ ഇളയത്. അങ്ങനെ 4 കൊണ്ട് നിർത്തിയത് അമ്മ അച്ഛനും. പിന്നെ എങ്ങനെ വന്നു? ആൺകൊച്ചുമായി 3 പെൺപിള്ളേരുമായി. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും വേണ്ടെന്ന് വയ്ക്കുമല്ലോ. അങ്ങനെയാ ഗ്യാപ്പ്. മറ്റേ മൂത്തനൊന്നും ഗ്യാപ്പില്ല. ഓരോ വർഷം ഗ്യാപ്പിൽ ചെറപ്പറ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഞാൻ മാത്രമാണ് 5 വർഷം. ടെക്നോളജി ഇത്രയും വളരാത്തതുകൊണ്ട് നമുക്കൊരു നല്ല പാട്ടുകാരി കിട്ടി. അയ്യോ താങ്ക് യു. അപ്പൊ ഈ ചേച്ചിമാരെ പാട്ട് പഠിപ്പിക്കാനായിട്ട് സാറ് സുരേന്ദ്രനാഥ് സാർ എന്ന് പറയും, തിരുവിഴ ആദ്യത്തെ ഗുരു. അദ്ദേഹം വരുമ്പോഴത്തേക്കും ഞാൻ ഓവിടുന്ന് കണ്ടം വെച്ച് ഓടും. ഇഷ്ടമല്ല പാട്ട്. ഓടി അപ്പുറത്തെ വീട്ടിലൊരു അമ്മായി എന്ന് പറയുന്നുണ്ട്. അവർ 10-25 പൂച്ചയുണ്ട്. ഞാൻ ആ പൂച്ചയെ കളിപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. സാറ് പോയോ എന്ന് ഇടയ്ക്ക് എത്തി നോക്കും. പക്ഷെ ഈ പഠിപ്പിക്കുന്ന എല്ലാം കേക്കാം, അതെല്ലാം തലയിലുണ്ട് കേട്ടോ. അതേപോലെയൊക്കെ ആയിരിക്കുമോ നിങ്ങളൊന്ന്? നിങ്ങളുടെ എങ്ങനെയാണ് പാട്ട് പഠിത്തം? ഞങ്ങള് മ്യൂസിക് ഫാമിലിയാണ്. അച്ഛനും അമ്മയും പാട്ടുകാരാണ്. അപ്പൊ പിന്നെ ഒരു ജനിച്ചപ്പോ തന്നെ കേട്ട് ആ ഒരു ഇതിലേക്ക് തന്നെയാണ്. ഇങ്ങനെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നിർബന്ധിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ചെയ്തു പോയി. വേറെ നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫൈനൽ ഇയർ പയ്യന്നൂർ കോളേജ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ നടക്കുന്ന കുട്ടിയാണ്. ഈ മോളോ? ഞാൻ B.Ed കഴിഞ്ഞു. അപ്പൊ B.Ed കഴിഞ്ഞ അപ്പൊ ഒരു ടീച്ചർ. ഏത് സബ്ജക്റ്റാ? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് തന്നെയാണ്. ഒന്ന് മാറി ലിറ്ററേച്ചറിന്റെ ആൾക്കാരാണ് ഇവിടെ വരുന്നവരൊക്കെ. ഒന്നില്ലെങ്കിൽ മാത്സിന്റെ ആൾക്കാരായിരിക്കും, അപ്പോഴും ഞാൻ മാറിയിരിക്കും. അതെ. അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ആൾക്കാരായിരിക്കും, അപ്പോഴും ഞാൻ മാറിയിരിക്കും. ഞാൻ അങ്ങ് അവിടെ ഇരിക്കാം. ശരി, അപ്പൊ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അത് പറയൂ. നിങ്ങളുടെ വീട്ടിലത്തെ വിശേഷം, സംഗീത വിശേഷം എന്തൊക്കെയാണ്? പുതിയ എന്തെങ്കിലും നിങ്ങൾ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? മ്യൂസിക് കുറച്ച് കോമ്പോസിഷൻ കൂടി ഉണ്ട്. ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഈ കുറച്ച് ലൈൻസ് എഴുതി തന്നാൽ ഞാൻ കമ്പോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. കമ്പോസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഇപ്പോ? വെരി ഗുഡ്. ചെറുതായിട്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്കും കൂടി താല്പര്യമുള്ള ഒരാളാണ് അല്ലേ? പാട്ട് മാത്രമല്ല. ഇവര് പക്ഷെ കർണാട്ടിക് അതായത് പാട്ടുകൾ പാടും, അതൊക്കെ നമ്മൾ അറിഞ്ഞു. പക്ഷെ അതല്ലാതെ ഇവര് മാപ്പിളപ്പാട്ടും ഗസലും ഒക്കെ ഹിന്ദുസ്ഥാനിയും ഒക്കെ നിങ്ങൾ പാടും അല്ലേ? പിന്നെ ഉറുദു പദ്യം അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കൊരു മാപ്പിളപ്പാട്ട് കേട്ടാലോ ചേച്ചി? തീർച്ചയായിട്ടും. ഒരു ജില്ലായിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ട്. സംഗീത പാമഗേരി പോലെയാണോ? അതുപോലെ ഒക്കെ ആയിരിക്കും അല്ലേ? രണ്ടുപേരും കൂടി ചേർന്നിട്ട്. റഹ്മത്ത് അന്നബിയാർ തരുളം അസദുലിലാഹി വളർമികവോർ പുകൾ ഹംസ റളിയല്ലാഹു അൻഹു അവരുടെ വമ്പജാഗത്തെമ്പുകി കസുറ അമ്മിയ ബുംബരേമ്പമു ബുഷറ പൊമ്പ വിളിച്ചിട്ട് തൂകിടും ബദറാറ്റൽ പൊരുത്തത്തിൽ ഉദിത്ത് കുതിത്ത് മതിത്ത് തിമിർത്ത് വിളുന്തിന് ഭൂമി മണ്ണി സയ്യിദ് ശുഹദാ ബദറാറ്റൽ പൊരുത്തത്തിൽ ഉദിത്ത് കുതിത്ത് മതിത്ത് തിമിർത്ത് വിളുന്തിന് ഭൂമി മണ്ണി സയ്യിദ് ശുഹദാ വരിശൈനു റഹ്മത്ത് അന്നബിയാ തരുളം
ഫാമിലി. നമുക്കിനി ഇവരുടെ കൂടെ വന്നിരിക്കുന്ന അച്ഛനും അമ്മയാണ്, അവരെ പരിചയപ്പെടാം. അവരും പാട്ട് പാടുന്നവരാണെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇതാണ് ജനാർദ്ദനൻ ചേട്ടൻ അല്ലേ? ശരി. അപ്പൊ ചേട്ടൻ പാട്ട് പാടും എന്ന് ഇവര് പറഞ്ഞു. എങ്ങനെയാണ്, കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, പക്ഷെ പാടും. പിന്നെ ബാങ്കിങ് രംഗത്തേക്ക് ഇതായതുകൊണ്ട് ബാങ്ക് മാനേജർ ബാങ്ക് മാനേജറാണ്. റിട്ടയർ ആയി. അതെ, ഇപ്പൊ കുറച്ച് പാട്ടിനോടുള്ള സ്നേഹം കൂടി, റിട്ടയർഡ് ജീവിതം ആസ്വദിക്കുമ്പോ അല്ലേ? ചേച്ചിയുടെ പേര് പറയൂ. പേര് ഉഷാകുമാരി. ഉഷാകുമാരി. വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണോ? ബാങ്ക് മാനേജറാണ്. ഓ, രണ്ടും ബാങ്ക് മാനേജേഴ്സ് ആണ്. ഏത് ബാങ്ക്? ഒരു സർവീസ് ബാങ്കാണ്. അപ്പൊ ചേച്ചിയും ഈ ജോലിക്കിടയിൽ ഇങ്ങനെ പാട്ടുകൾ കേൾക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഇവരുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നല്ലൊരു കയ്യടി ഈ ഒരു വേദിയിൽ നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്? ഞങ്ങൾ ഒരു ഫ്യൂഷൻ സോങ് ഉണ്ട്. അതായത് ആബേരി ബിംബളാസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് മിക്സ് ചെയ്തിട്ട് ഷേപ്പ് ഓഫ് യുന്റെ കരോക്കെ വെച്ചിട്ടൊരു. അങ്ങനെ അത് ഞാൻ ഒരു കൊറോണേന്റെ ടൈമിൽ വെറുതെ ഇരുന്നപ്പോ ചെയ്തു വെച്ചതാ. ശരി, അടിപൊളി. അപ്പൊ സ്വന്തമായിട്ടുള്ള ഒരു കൈ പതിച്ച ഒരു പാട്ടും കൂടിയാണ്. അപ്പൊ അത് തന്നെ കേൾക്കാം. ചേച്ചി റെഡി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. pani pama pani pama gama pa saga sani pani pama gama ga sagama pama pani pama gama pa saga sani pani pama gama ga sagama takda katim takda katim takda katim takachum takda katim takda katim takda katim takachum तन्हा यहाँ पे जीना ये कोई बात है कोई साथ नहीं तेरा यहाँ तो ये कोई बात है किसी को प्यार दे दे किसी का प्यार ले ले इस सारे समाने मेरी ही प्यारी बात है பேசடி ரதியே ரதியே தமிழர் வார்த்தைகள் 3 லட்சம் நீயடி கதியே கதியே ரெண்டு சொல்லடி குறந்த பட்சம் வாழ்க்கையில் வெல்லவே தேக்கீரேசி பாலிசி வானவில் வாழ்க்கையில் வாலிப ஒரு ஃபேண்டசி ஊர்வசி ஊர்வசி தேக்கீரேசி ஊர்வசி ஊசி போல உடம்பிருந்த தேவையிല്ല ഫാമസി ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലേ വെണ്ണിലാവേ പാതിരമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ ना हो तू दास तेरे पास पास में रहूंगा जिंदगी भर ना हो तू दास तेरे पास पास में रहूंगा जिंदगी भर सारे संसार का प्यार मैंने तुझे में पाया तू मिली दिल के लिए और जीने को क्या चाहिए अरुल शीराड़ माधोड़ बाबा शिंगार वेलन देवा नकुमो ओमो गनलेनी ना जाली तेलिसी ई മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ചിര ധ്വനി ഉണർത്തി മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ചിര ധ്വനി ഉണർത്തി പപ്പനി നിസാസ ഗമ പപ്പനി നിസാസ നിസഗമ പനി ദമ ഗമ പനി സഗരി സനി സമഗരി സനി ദ കണ്ണോട് காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை கண்களுக்கு சொந்தமில்லை கண்ணோடு மணியானாயதனால் கண்ணை விட்டு பிரிவதில்லை நீ என்னை விட்டு பிரிவதில்லை ದಿನಕ್ಕೆ ದಿನಕ್ಕೆ ದಿನದಿಲ್ಲ ನಾನಾದ್ರದಾನಿ ದೊಂದ್ರದಾನಿ ದಿನದೋ ತಕ್ಕಿಡದಕ್ಕಿಡದಕ್ಕ ತಿಂ ತಕ್ಕಿಡದಕ್ಕಿಡದಕ್ಕ ತಿಂ ತಕ್ಕಿಡದಕ್ಕಿಡದಕ್ಕ ತಿಂ ತಕ್ಕಚುಂ
ദിനക്ക് ദിനക്ക് ദിനദില്ലില്ല നാനകൃതനിതു കൃതനി ദിനദു ദിനക്ക് ദിനക്ക് ദിനദില്ലില്ല നാനകൃതനിതു കൃതനി ദിനദു. ചേച്ചി തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കുക, എന്താണ് ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നന്നായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാല് ഒരു നോട്ട്സ് ഒരു രാഗത്തിന്റെ താഴെ വരുന്ന സംടൈംസ് ഇതൊന്നും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് രാഗ വൈസ് നമുക്ക് ഫിലിം ഇതായതുകൊണ്ട് പെർഫെക്റ്റ് ആണെന്ന് ചില നേരം പറയാൻ പറ്റില്ല. ഏത് രാഗം ഇന്ന രാഗം എന്ന്. എന്നാലും ആ നോട്ട്സിന് കീഴെ വരുന്ന ഹിന്ദിയിലെയും തമിഴിലെയും മലയാളത്തിലെയും പാട്ടുകൾ നമ്മൾ കറക്റ്റായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു റിസർച്ച് മൈൻഡുള്ള ഒരു നല്ല അത് ബുദ്ധിപരമായിട്ടുള്ള കുട്ടികൾക്ക് അത് പറ്റുള്ളൂ. അതവർ നന്നായിട്ട് ഒട്ടും അതിൽ നിന്ന് ഒന്നിനോടൊന്ന് കോർത്തിരിക്കുന്ന ആ മാലകൾ ഒട്ടും അത് വ്യത്യാസമല്ല, അത് വളരെ അടുത്ത് തന്നെ ഇരുന്നു വളരെ യോജിപ്പുള്ള വളരെ പാട്ടുകളായിരുന്നു സെലക്ട് ചെയ്തത്. സോ അത് നല്ല സെലക്ഷൻ, കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു പാട്ട് കേട്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ ഒരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചി തരും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു. ഇനിയും നിങ്ങളുടെ ഈ ഒരു മ്യൂസിക്കൽ കരിയർ ഗംഭീരമായിട്ട് പോട്ടെ. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് തന്നെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിൽ അമൃത ടി വിക്കും അതുപോലെ തന്നെ റെഡ് കാർപ്പറ്റിനും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്കും ഒരുപാട് സന്തോഷം നിങ്ങളെപ്പോലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ. ആൻഡ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. 3 പേരും, ഇനി വരാത്ത ഒരു സിസ്റ്ററും കൂടി ഉണ്ട്, 3 പേർക്കും ഈ ഒരു കരിയറിൽ ഗംഭീര വിജയം ഉണ്ടാവട്ടെ. അപ്പോൾ ചേച്ചി ഇവർക്കൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. എന്താണേലും ആ അച്ഛനെയും അമ്മയും ആണ് ഒരുപാട് അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ അഭിനന്ദനവും കയ്യടിയും ആദ്യം അവർക്ക് തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് എല്ലാവരും കേട്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയമാണ്. അപ്പോൾ പറയാം അല്ലേ? എല്ലാവരും ചേർന്നിട്ട് ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.